കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഈ കൊക്ക് ഇരിക്കുന്നുണ്ടോ? കണ്ടോ? അപ്പോൾ വലുതാണേ. എനിക്കതിന് വേറെ പേരൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ പേരറിയുന്നവർ പറയണേ. ഇല്ലേ, കുറച്ച് വിറവൊക്കെ ഇവിടുന്ന് ഓലയും മടലൊക്കെ കിടക്കുന്നു. അപ്പോൾ അത് പറക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നതാണ്. പറക്കുന്നതല്ല, അത് കൊണ്ടുപോകുന്ന കാര്യം ഇനി പ്രയാസം കേട്ടോ. എന്തായാലും ഉള്ളത് വെട്ടി പറക്കാം. നമുക്ക് ഇത്രയും വിറവ് കിട്ടി കൂട്ടുകാരെ. ഇതൊക്കെ ഉണക്കലാണേ. ഇത് ഉണക്ക മടലാണ്. ഇതൊക്കെ പച്ചയാണ്, അതെല്ലാം ഇനി വെട്ടിപ്പൊട്ടിക്കണം. ഇത്രയും കിട്ടി. ഇനി അങ്ങനെ കരയിലൊക്കെ ഓല കിടപ്പുണ്ട്. ഞാൻ പോയില്ല പറക്കാൻ, എല്ലാം കൂടെ പറ്റത്തില്ല. ഇതിപ്പോൾ ഇത് തന്നെ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കൊണ്ടുവന്നേ. മേളിൽ നിന്ന് കൊണ്ടുവരണ്ടേ. പിന്നെ ഈ ചേട്ടൻ വരുമ്പോൾ പോയി പറക്കാം. അങ്ങനെ ഇന്ന് ഇവിടുത്തെയൊക്കെ പോച്ച ഇങ്ങനെ അറുത്തു. കുറച്ച് പറിച്ചും എടുത്തു, കുറച്ച് കൂടി നിന്ന് നത്തെടുത്തു. അപ്പോൾ പിന്നെ ഇതാണ് ചേച്ചിക്ക് കൊണ്ടുപോകാൻ. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ എടുത്ത് ഇനി അവിടെ അങ്ങോട്ടുണ്ട് കൂടെ ഉള്ളൂ. അവിടെ നിന്ന് അത്ര ഇടം കൂടെ കളിക്കാനുള്ളൂ. ബാക്കിയൊക്കെ തെളിച്ച് പിന്നെ ഇവിടെയൊക്കെ പറിച്ചു. ഇത് ഇത്രയും അടുത്ത കൂന. ഇവിടെയൊക്കെ പോച്ച പറിച്ചെടുത്തേ. കരിയാപ്പ അതെല്ലാം പറിച്ചെടുത്തു. പിന്നെ അടുത്ത പോച്ച. പിന്നെ അതിവിടെ കിടന്ന കരില എല്ലാം അടുത്ത് വാരിക്കൂട്ടി തീ ഇട്ടതാണ്. കരിലയും ചെറിയ ഉണക്കപ്പോച്ചയൊക്കെ കിടന്നെല്ലാം കൂടെ വാരി തീയിട്ട് അങ്ങനെ അവിടെ എത്ര ഇടം വൃത്തിയായി. അപ്പം അങ്ങനെ പോച്ചയൊക്കെ അറുത്തു. ഒരുവിധം എല്ലാം തെളിഞ്ഞു. ഇനി കുറച്ചിടവും കൂടെ ഉള്ളൂ. കണ്ടോ? ഇനി കുറച്ചിടത്തേം കൂടെ പോച്ച പറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയ്യോ എല്ലാം ക്ലിയറായി. ബാക്കി മുറ്റത്തും എല്ലാം പോച്ചയിലാണ്. ഇനി ഇവിടെ എല്ലാം തൂത്ത് വാരിയിട്ടാൽ മതി. പിന്നെ അപ്പോൾ ചോറ് അരി ഇങ്ങനെ ഒരുവിധം വേവായി. ഇനി അരി അടച്ചിടണം. തോമരയും 2 പച്ചമുളകും, പഴുത്ത തക്കാളി ഇല്ലായിരുന്നു, ഒരു പച്ചത്തക്കാളിയായിരുന്നേ. ഒരു പച്ചത്തക്കാളി എന്നിട്ട് ഒരു പരിപ്പ് വെക്കാമെന്ന് വിചാരിച്ചു അടച്ച്. അതിന് അരപ്പ് ചേർത്തു. ഇച്ചിരി വെള്ളമായിട്ടാണ് വെച്ചത് കേട്ടോ. ഞാൻ കുറച്ച് കറിയേ വെച്ചുള്ളൂ. അപ്പോൾ അത് കുറച്ച് തമ്പരേ ഇട്ടുള്ളായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി വെള്ളമായിട്ടങ്ങ് വെച്ച് കറി. ഇനി പിന്നെ ചേട്ടൻ മീനോ വല്ലതും കൊണ്ടുവരുവാണെങ്കിൽ കറി വെക്കാം. കറിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു കേട്ടോ. ഞാൻ ഉപ്പിട്ടു. ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. തിളപ്പിക്കത്തില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇനി കടുക് വറുക്കാം. കടുക് വറുക്കാൻ എണ്ണ ഒഴിച്ചു. അയ്യോ, ചുവന്നുള്ളി അരിഞ്ഞ് വെച്ച് നോക്കി കണ്ടില്ല. എണ്ണ ചൂടായി. അതിലേക്ക് നമ്മൾ കടുക് ഇട്ടു. ചുവന്നുള്ളി അരിഞ്ഞതിട്ടു. പച്ചമുളക് ഇല്ല കേട്ടോ. കരിയാപ്പില, എനിക്ക് എത്ര ഇട്ടാലും മതിയാവത്തില്ല കേട്ടോ. അപ്പോൾ കടുക് വറുത്തത് കണ്ടോ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു. അങ്ങനെ തോമരയും പച്ചത്തക്കാളിക്കായി ഇട്ട കറി തയ്യാറായി. ഇനി വൈകുന്നേരം മീനോ വല്ല മത്സ്യം ഇവിടെ ഒരു കറിയാവുന്നു. കുറച്ച് കറി വെച്ചു. നമ്മുടെ കറിയൊക്കെ വെന്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരേ.